ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ട് ഐ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത് ഭയങ്കര ഒരു കുക്കിംഗ് ബ്ലോഗ് ഒന്നല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ഞാൻ തുടക്കം കുറിക്കുന്നത് ദോശയിലാണ് കേട്ടോ. ഇന്നിവിടെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബാക്കി അതിൻ്റെ ചട്ടിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മൻ്റെ കോഫി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആ പണിയും ഇല്ല, ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. ദോശ ഞാനൊരു ത്രീ എണ്ണം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ദോശ പരിപാടിയിലേക്ക് പോവാം. ദോശക്കല്ല് ചൂടായോന്നറിയാൻ ഇതുപോലെ കൈവച്ച് നോക്കുന്നവരുണ്ട് ഇവിടെ. ഞാനെങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അതുപോലെ എനിക്ക് ദോശ നല്ല നൈസായിട്ട്, കുറച്ച് ക്രിസ്പി പോലെയൊക്കെ അത്രയും നൈസായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ കറക്കിയെടുക്കും. മാക്സിമം എത്ര ആക്കാൻ പറ്റും അത്രയും ഞാൻ ആക്കിയെടുക്കും കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയൊന്നും ദോശ ഇടുമ്പോൾ ഇങ്ങനെയല്ല, അത്യാവശ്യം കട്ടിയിലേ ഉണ്ടാവും. അപ്പം ഞാൻ പ്രത്യേകം പറയും, അമ്മ എനിക്ക് നല്ലോണം ഇങ്ങനെ നൈസാക്കിയിട്ട് എടുത്ത് തരണം കേട്ടോ. പിന്നെ അതുപോലെ അധികം ഇങ്ങനെ കരിഞ്ഞെന്നല്ല, അധികം ബ്രൗൺ കളർ ആവുന്നതും ഇഷ്ടമല്ല. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ദോശ ചുട്ടെടുക്കാറ്. അപ്പോൾ ദോശ റെഡിയായി. ഞാൻ ഭയങ്കര ഇങ്ങനെ കുക്ക് ചെയ്ത് അങ്ങനത്തെ സംഭവമൊന്നുമല്ല കേട്ടോ. ഞാനെല്ലാം ഈസി പണിയാൻ നോക്കാറുള്ളൂ. ഈസി അല്ലാത്തത് ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഭയങ്കര കുക്കൊന്നും അല്ല കേട്ടോ. എനിക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ അത്യാവശ്യം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നെക്സ്റ്റ് ഐറ്റം ഉണ്ടാക്കാം. സിമ്പിൾ, വെരി സിമ്പിളാണ്. അപ്പോൾ കമോൺ. ബ്രെഡ്. അപ്പോൾ ബ്രെഡ് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിൻ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കഴിക്കാറുള്ള ഒരു സാധനമാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം കൂടി എടുക്കാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഐറ്റം, ചീസ്. അപ്പോൾ ബ്രെഡ് വിത്ത് ചീസാണ് ഇത്. എന്താ, കുക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ബ്രെഡിൽ ഒരു സ്ലൈസ് എടുത്ത് വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഞാൻ അങ്ങനെയല്ല കഴിക്കാറ്. ഞാൻ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാറ്. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ മടിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യാതെ ബ്രെഡിൽ വെച്ച് കഴിക്കും. പക്ഷെ ഇപ്പം നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ സാധാരണ ഞാൻ ബ്രെഡും ചീസും കൂടെ ഇതുപോലെ കഴിക്കുമ്പോൾ ബ്രെഡിൽ കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടില്ല. ഞാൻ ബ്രെഡ് മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ അതിൻ്റെ മേലിലേക്ക് ഒരു സ്ലൈസ് ചീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് വെച്ചിട്ട് മറ്റേ ബ്രെഡും കൂടെ എടുത്ത് വെച്ച് അതും ചീസൊന്ന് മെൽട്ടാവുന്നവരെ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങെടുക്കുന്നതേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായി ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കും. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്ത് ഇങ്ങെടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ സംഭവം എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് വിത്ത് ചീസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം കഴിച്ചിട്ട് ചിലപ്പോൾ വിശപ്പ് മാറിയില്ലെങ്കിൽ വിചാരിച്ച് കുറച്ച് കാഷ്യൂസും കൂടെ എടുത്തു. പിന്നൊരു കാര്യം, നമ്മളിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ. കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടും. അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും വലിയ സാധനമാണെങ്കിലും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു സ്നാക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്ലൈസ് എക്സ്ട്രാ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. ഈ ചീസ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ.
അപ്പോൾ ഞാനിതെന്തായാലും കഴിക്കട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ചോറൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിക്കാണ് കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ ഇത് വാനിലയാണ് കേട്ടോ, അരുൺ ഐസ്ക്രീം, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് എനിക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഉച്ചയ്ക്ക് ചോറും കറിയും പിന്നെ ഉപ്പേരിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓട്ടയിറ്റിനിടെ ഇട്ടപ്പോൾ അതിൽ മക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഇടുമെന്ന് 2-3 പേര് ചോദിച്ചത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും, എനിക്ക് മടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം എന്തായാലും വൈകിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹലോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കിടക്കുകയൊക്കെ ചെയ്തു. ഉറങ്ങിയില്ല കേട്ടോ, എനിക്കങ്ങനെ പകൽ ഉറങ്ങുന്ന ശീലം കുറവാണ്. ഉറക്കമൊക്കെ വരും, എന്നാലും മാക്സിമം ഞാൻ ഉറങ്ങാതെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് ഒന്ന് ഫ്രഷായി, ഹെയർ വാഷ് ചെയ്തില്ല കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കണ്ടേ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമുക്കിന്ന് വൈകിട്ട് മക്രോണി ഉണ്ടാക്കാം. കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും സംഭവം തുടങ്ങാം അല്ലേ. അപ്പോൾ കമോൺ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസാല റെഡി ആകുമ്പോഴേക്കും മക്രോണി വേവിച്ച് വെക്കണം. അതിന് ഞാൻ കുറച്ച് വെള്ളമാണ് ആദ്യം വെക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഞാൻ മക്രോണിയൊക്കെ നല്ലോണം കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കാനൊന്നും കിട്ടില്ല, ഇത് ആകെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ അത് റെഡിയായി എടുത്ത് വെച്ചു. അതിനിടയ്ക്ക് ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടു വേണം. മക്രോണിയും ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും മസാല റെഡി ആയിട്ടൊന്നുമില്ല, ഞാൻ മുറിച്ചിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഉള്ളിയും തക്കാളിയാണ് എടുത്തത്, വേറെ പച്ചക്കറി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇത് മാത്രം മതി. അങ്ങനെ ഞാൻ പാൻ വെച്ചു, എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി അത്യാവശ്യം ചെറുതായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തത്. പിന്നെ മസാല നമ്മുടെ സാധാരണ ഒക്കെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റില്ല, അതുപോലെ തന്നെയാണ്. വേറെ സ്പെഷ്യലായിട്ട് പിന്നെ ഒരു സാധനം ചേർക്കുന്നുണ്ട്, അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം എന്നെ കാണിക്കാതെയും ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കിച്ചണിൽ, അപ്പോൾ എവിടെയെങ്കിലും ഒന്നും വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും പിന്നെ പറയണ്ടല്ലോ, ഒന്നും അതിങ്ങനെ കാണിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാല ഐറ്റംസൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇതും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെയാണ് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടാണ് സംഭവം വരുന്നത്. അപ്പോൾ വേറൊന്നല്ല, മാഗിയുടെ ക്യൂബാണ്, മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് സംഭവം, ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. അപ്പോൾ ഇതും കൂടെ ഇട്ടാലൊരു സ്പെഷ്യൽ ഫ്ലേവറൊക്കെ വരും. ഇതിൽ 2 എണ്ണം ഉണ്ടാവും കേട്ടോ, അപ്പം ഞാനിതിൽ 1 എണ്ണം എടുക്കുന്നുള്ളൂ. 1ൻ്റെ ആവശ്യമേ ഉള്ളൂ, ഞാൻ അത്രേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഞാൻ മാത്രമേ കാര്യമായിട്ട് ഇത് കഴിക്കൂ ഇവിടെ. എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തക്കാളി കൂടെ ആഡ് ചെയ്യണം. തക്കാളിയും കൂടെ ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച് അതിൽ ഞാൻ പിന്നെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. അതൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് മക്രോണി ചേർക്കാം. അപ്പം ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, എനിക്കൊരു അബദ്ധം പറ്റി. അതായത് മാഗി ക്യൂബിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കേണ്ടത്. എന്നോടത് വിട്ടുപോയി, സത്യം പറഞ്ഞാൽ ആ കാര്യമേ മറന്നുപോയി. ഞാൻ ആദ്യം നല്ലോണം ഉപ്പൊക്കെ ഇട്ട്, സാധാരണ നമ്മളൊരു ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഉപ്പൊക്കെ ഇടുന്ന ആ ഒരു ഉപ്പൊക്കെ ഇട്ട് മാഗി ക്യൂബ് ഇട്ട് എല്ലാം ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പ് നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ എന്ന്.
അങ്ങനെ ഉപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാൻ മക്രോണി ഇത് വേവിക്കുമ്പോൾ അതിലും നല്ലോണം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു തീരുമാനമാവും തോന്നുന്നു ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. അങ്ങനെ ഇതാ ഫൈനലി ഞാൻ മക്രോണി അതിലേക്കിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട്, അത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളാണ്. ബട്ട് ഇതിനിപ്പോൾ കഴിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും അതും കുറച്ച് സമയം എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം മക്രോണി സെറ്റായിട്ടുണ്ട്. സത്യം പറയാലോ, നല്ല ഉപ്പുണ്ടായിരുന്നു. ഉപ്പ് ഒന്ന് കറക്റ്റ് ആയിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, മാഗി ക്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപ്പ് അതിനനുസരിച്ച് ഇട്ടാൽ മതി. അതിട്ടതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇടാം, അല്ലാതെ നേരത്തെ കുറേ ഉപ്പ് വാരിയിടരുത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ, പിന്നെ എനിക്കുപ്പ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ എന്തായാലും കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.